കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനും വഴിപാടുകൾക്കുമായിട്ടാണ് എല്ലാവരും ആ ഒരു തറവാട്ടമ്പലത്തിലേക്ക് എത്തിയത്. എന്നാൽ അവിടെ എത്തിയ നിമിഷം മുതൽ അമ്മായി ലളിതയുടെ മുഖം കറുത്തിരിക്കുന്നുണ്ടായിരുന്നു. സുധീഷും നിധിയും സുഭാഷും ആ വീട്ടിലേക്ക് താമസിക്കാൻ വന്നത് ലളിതയ്ക്ക് തീരെ അങ്ങ് ദഹിച്ചില്ല. അവരോടുള്ള വെറുപ്പും നീരസവും ലളിതയുടെ ഓരോ പ്രവൃത്തിയിലും വീണ്ടും വീണ്ടും പ്രകടമായിരുന്നു. അന്ന് രാത്രി അടുക്കളയിൽ നിന്നും പാത്രങ്ങളെല്ലാം കൂട്ടിയിരച്ചുന്ന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ലളിത പിറുപിറുത്തുകൊണ്ട് എന്തൊക്കെയോ ജോലികൾ ചെയ്യാണ്. ആ പഴയ അടുക്കളയിൽ വിറകടുപ്പിൽ നിന്നുള്ള ആ ഒരു പുക നേരിയ തോതിൽ ഇങ്ങനെ പകർന്നിട്ടുണ്ടായിരുന്നു. അവളുടെ മനസ്സിലെ ഈർഷ്യ ആ ഒരു പുകയേക്കാൾ രൂക്ഷമായിരുന്നു. ആ സമയത്തിലെ നിധി പതുക്കെ അടുക്കളയിലേക്ക് കടന്നു വന്നു. നീണ്ട യാത്രയും ക്ഷീണം കാരണം അവളുടെ തൊണ്ട വല്ലാതെ വരണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ചൂടുവെള്ളം കുടിക്കണമെന്ന് കുടിക്കാതെ വയ്യ എന്നൊരവസ്ഥയിലായിരുന്നു നിധി. ഭയത്തോടെയാണെങ്കിലും ഒരു പാത്രമെടുത്ത് അതിൽ കുറച്ച് വെള്ളം നിറച്ച് സ്റ്റൗവിൻ്റെ അടുത്തേക്ക് അവൾ മെല്ലെ കടന്നു ചെന്നു. നിധിയെ കണ്ടപ്പോൾ ലളിതയുടെ മുഖത്ത് ദേഷ്യം അങ്ങ് ഇരിച്ചു കയറി. അവളുടെ കണ്ണുകളിൽ അഗ്നി പോലെ അങ്ങ് തിളങ്ങാൻ തുടങ്ങി. എന്താടി, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത്? ലളിതയുടെ ശബ്ദം ദേഷ്യവും പരിഹാസവും നിറഞ്ഞു നിന്നിരുന്നു. നിധി ഒന്ന് പകച്ചു. അത് പിന്നെ അമ്മായി, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. തൊണ്ടയൊക്കെ ഒരു വരളുന്ന പോലെ. കുറച്ച് ചൂടുവെള്ളം വെക്കാൻ വേണ്ടി വന്നതാ. ചൂടുവെള്ളം? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി അവിടുന്ന്, ലളിത അലറി. അവളൊരു ചൂടുവെള്ളം വെക്കാൻ വന്നേക്കുന്നു. ദേ, ഞാനിവിടെ പാചകം ചെയ്യുന്നത് നിനക്ക് കണ്ണു കണ്ടൂടെ? ഇവിടെ എങ്ങാനും വെക്കാനൊന്നും പറ്റില്ല. പോ അവിടുന്ന്, നിധി സങ്കടത്തോടെ പറഞ്ഞു. അല്ല അമ്മായി, ഞാൻ അമ്മായിയോടാണല്ലോ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്. ഞാൻ തന്നെ വെള്ളം ചൂടാക്കി കുടിച്ചോളാമെന്ന് പറയും. ആ വാക്ക് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ സുധീഷ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അടുക്കളയിലെ ബഹളം കേട്ടുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത്. നിധിയുടെ വാടിയ മുഖം കണ്ടപ്പോൾ തന്നെ സുധീഷിന് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. എന്താ നിധി, എന്താ പ്രശ്നം? അവൻ വളരെ ശാന്തമായി തന്നെ ചോദിച്ചു. അത് പിന്നെ സുധീഷേ, എനിക്ക് വല്ലാതെ തൊണ്ട വരളുന്നു. ഇത്തിരി ചൂടുവെള്ളം കുടിക്കാമെന്ന് കരുതിയിട്ട് വന്നതാ. പക്ഷേ നിധിയുടെ വാക്ക് കിട്ടാതെ നിന്നു. ഓ, അതാണോ കാര്യം? അതിനെന്താ, നീ വെള്ളം വെച്ചോ? സുധീഷ് പറഞ്ഞു. അല്ല, അമ്മായി സമ്മതിക്കുന്നില്ല. അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് നിധി പതിയെ പറഞ്ഞു. നീ ആ പാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവാ, ഞാൻ വെക്കാമെന്ന് പറഞ്ഞ് സുധീഷ് നേരെ നീങ്ങ അടുപ്പിലേക്ക് ചെന്നു. അവിടെ വെച്ചിരുന്ന ആ ഒരു കറിച്ചട്ടി അവൻ പതിയങ്ങ് താഴേക്ക് ഇറക്കി വെച്ചിട്ട് നിധിയുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം ആ ഒരു പാത്രം വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇത് കണ്ടപ്പോൾ ലളിതയുടെ സമനില തെറ്റി. എടാ, നീ ഇതെന്ത് പരിപാടിയായി കാണിക്കുന്നത്? ലളിത പാഞ്ഞെടുത്തു. അമ്മായി, ഇത്തിരി ചൂടുവെള്ളത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഇവൾക്ക് വല്ലാതെ ദാഹിച്ചിട്ടല്ലേ, അതുകൊണ്ട് തിളപ്പിച്ചിട്ട് അവളതങ്ങ് എടുത്തോളും. സുധീഷ് വളരെ ശാന്തമായി പറഞ്ഞു. എടാ, നീ കൂടുതൽ കിടന്ന് കിളിക്കൊന്നും വേണ്ട കേട്ടോ. നിനക്കൊക്കെ ചൂടുവെള്ളമല്ല, പച്ചവെള്ളം പോലും ഞാൻ തരില്ല. മര്യാദക്ക് ആ പാത്രം താഴെ വെച്ചോ, അല്ലെങ്കിൽ ഞാൻ അതൊക്കെ എടുത്ത് ദൂരെ കളയും. ലളിതയുടെ ശബ്ദമുയർന്നു. അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞു. ദേ, എങ്ങാനും ആ അടുപ്പിലോ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലോ തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാനങ്ങ് വെട്ടും. പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി. സുധീഷിൻ്റെ മുഖത്ത് ചെറിയൊരു ചിരി വിടർന്നു. പക്ഷേ ആ ചിരിയിൽ കറുത്ത പുച്ഛമുണ്ടായിരുന്നു. ഇത്തിരി വെള്ളം വെക്കാനല്ലേ അമ്മായി ചോദിച്ചോളൂ, അല്ലാതെ നിങ്ങളുടെ ആഹാരമൊന്നും ഞങ്ങൾ കട്ടെടുക്കാനൊന്നും വന്നിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കെ ആര് വെച്ച് തരാനാടാ? ലളിത വീണ്ടും ആഞ്ഞടിച്ചു. വേണമെങ്കിൽ മര്യാദക്ക് വെച്ചുണ്ടാക്കി കഴിക്കണം, അല്ലാതെ ഇവിടെ നിനക്കൊക്കെ വെച്ചുണ്ടാക്കി തരാനായിട്ടൊന്നും ആരുമില്ല. സുധീഷ് നിധിയുടെ കയ്യിൽ നിന്നും ആ ഒരു പാത്രം വാങ്ങി അവിടെ വെച്ചു. എന്നിട്ട് ലളിതയെ നോക്കി അങ്ങ് തീർത്തും പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്കിക്കോളാം അമ്മായി. ഞങ്ങളുടെ വിഷമം മാറ്റാനൊക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെ അവൻ നിധിയുടെ കൈ പിടിച്ചങ്ങ് തിരിഞ്ഞു നടന്നു. വാ നിധി, നമുക്ക് പോവാം. അവരങ്ങനെ നടന്നു നീങ്ങുമ്പോഴും ലളിതയുടെ പിന്നിൽ നിന്നും എന്തൊക്കെയോ അങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സുധീഷ് നിധിയോട് പറഞ്ഞു. ഇവരെ പോലുള്ളവരോട് നമ്മൾ വെറുതെ സംസാരിച്ച് നിന്നിട്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല നിധി. കൊടുക്കേണ്ട പോലെ കൊടുത്താലേ ഇവരൊക്കെ പഠിക്കുള്ളൂ. നമ്മൾ വൈകുന്നേരം എന്താ ഫുഡ് ഉണ്ടാക്കുക സുധീഷേ? നിധി ആശങ്കയോടെ ചോദിച്ചു. ഇവരൊക്കെ ഇവിടെ വന്ന് ഓരോന്നും തയ്യാറാക്കുന്നുണ്ട്. ഹേയ്, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട നിധി, സുധീഷ് അവളെ ആശ്വസിപ്പിച്ചു. അതൊക്കെ ഞാൻ വിളിച്ച് സെറ്റാക്കി ചെയ്തോളാം. നീ ഇപ്പോൾ ഈ പച്ചവെള്ളമൊക്കെ കുടിച്ച് തൊണ്ടെന്ന് നനക്ക്. ഞാൻ ഫുഡ് പുറത്തുനിന്ന് വരുത്താമെന്ന് പറയും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നിധി വെള്ളമൊക്കെ കുടിച്ച് ഹാളിലേക്ക് വരുന്ന സമയത്തിന് അവിടെ സുഭാഷേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. സുഭാഷേട്ടൻ്റെ മുഖത്ത് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. എന്തായിരുന്നു നിധി, അവിടെ ഒരു ഒച്ചപ്പാട് ബഹളമൊക്കെ കേട്ടത്? സുഭാഷ് സ്നേഹത്തോട് ചോദിച്ചു. അത് പിന്നെ സുഭാഷേട്ടാ, ഞാൻ കുറച്ച് ചൂടുവെള്ളം വെക്കാൻ വേണ്ടി പോയതാ. അമ്മായിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതായിരുന്നു പ്രശ്നം. നിധി നടന്ന കാര്യങ്ങളൊക്കെ വളരെ ശാന്തമായി തന്നെ അവനോട് പറഞ്ഞു കൊടുത്തു. സുഭാഷ് ഒന്ന് നെടുവീർപ്പിട്ടു. മോളൊന്നും കാര്യമായി എടുക്കേണ്ട കേട്ടോ. അമ്മായിയുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവർ പണ്ടേ അങ്ങനെ തന്നെയാ. എനിക്കറിയാം സുഭാഷേട്ടാ, എനിക്കതിൽ വിഷമമൊന്നും ആയിട്ടില്ല, നിധി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്താണ് ഹോട്ടലിൽ നിന്നും ആഹാരമായി മണി അങ്ങോട്ടേക്ക് വരുന്നത്. വലിയ കവറുകളിൽ നിറയെ ഭക്ഷണമുണ്ടായിരുന്നു. മണിയെ കണ്ടപ്പോൾ സുധീഷ് പറഞ്ഞു. ഞാനാ മണിയോട് വിളിച്ചു പറഞ്ഞത് നമുക്ക് കഴിക്കാനായിട്ട് ആഹാരം വാങ്ങിക്കൊണ്ട് വരാനേ.
എന്താണെങ്കിലും ഇവിടെ വെച്ചുണ്ടാക്കലും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ വെറുതെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? സുഭാഷിന് വലിയൊരു സങ്കടം തോന്നി. എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, ഇപ്പോൾ വെറുതെ പുറത്തു നിന്ന് അതിൻ്റെ ഒന്നും യാതൊരുവിധ ആവശ്യമില്ല സുഭാഷേട്ട. സുധീഷ് പെട്ടെന്ന് തന്നെ ഇടപെട്ടു. ഇവിടെ വന്നിട്ട് സുഭാഷേട്ടൻ ഇനി ഇവിടുത്തെ അടുക്കളയിൽ കയറി കഷ്ടപ്പെട്ട് എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും നിൽക്കണ്ട. ഹോട്ടലിൽ നിന്നും നല്ല ഫുഡ് കിട്ടുമല്ലോ, നമ്മൾ പൈസ കൊടുത്താൽ അവർ കൊണ്ടുവന്ന് തരും. ലളിത കരുതി വെച്ചിരുന്നത് ഈ ഗ്രാമത്തിൽ നല്ല ഹോട്ടലുകളൊന്നും ഇല്ല എന്നും അവർക്ക് നല്ല ഭക്ഷണമൊന്നും കിട്ടത്തില്ല എന്നൊക്കെയായിരുന്നു. എന്നാൽ മണിയന് ആ നാട്ടിലെ എല്ലാവിധ നല്ല സ്ഥലങ്ങളും മനപ്പാടമായിരുന്നു. ഏറ്റവും നല്ല ഹോട്ടലിൽ നിന്നും തന്നെ അവർ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണമെല്ലാം വാങ്ങിച്ചു വന്നു. വാമണി, നീ പോയി കൈ കഴുകി, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് സുഭാഷേട്ടൻ മണിയെ സ്നേഹത്തോടെ വിളിച്ചു. അതൊന്നും വേണ്ട സുഭാഷേട്ടാ, ഞാൻ കഴിച്ചിട്ടാ വന്നത്, നമ്മളെല്ലാവരും കൂടെ കഴിച്ചോളൂ, മണി മാറി നിന്നുകൊണ്ട് പറഞ്ഞു. സുഭാഷേട്ടൻ എല്ലാവർക്കുമുള്ള ആഹാരമെല്ലാം തന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റിലേക്ക് വിളമ്പാൻ തുടങ്ങി. ചൂടുള്ള ഭക്ഷണത്തിൻ്റെ ഗന്ധം ആ മുറിയിലാകെ പരന്നു. ആ സമയത്തിന് ഭാസ്കരൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നികേഷിൻ്റെ മുഖത്ത് വലിയ സന്തോഷം. കൊള്ളാലോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആണല്ലോ, അടിപൊളി ഫുഡ്. അവനൊരു നിമിഷം നിർത്തിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ കൂടെ ഒരു നോൺ വെജ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുശാലായനെ. ഉടനെ തന്നെ മണി പറഞ്ഞു, അതൊന്നും പറ്റില്ല നികേഷേ, നാളെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുവാനുള്ളതല്ലേ, അപ്പോൾ ഇന്ന് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് വെജ് തന്നെയാണ് വാങ്ങിച്ചത്. അതങ്ങ് ഞാൻ മറന്നുപോയി, നികേഷ് തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അല്ല സുഭാഷേട്ടാ, ഇത്ര നല്ല ടേസ്റ്റോടു കൂടെ ഈ ഒരു വെജ് ആഹാരമൊക്കെ ഉണ്ടാക്കാമല്ലേ, എന്നിട്ട് സുഭാഷേട്ടൻ എന്താ ഇതുപോലെ കറികളൊന്നും ഉണ്ടാക്കാത്തത്? നികേഷിൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ സുഭാഷ് അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ചെറിയൊരു സങ്കടമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നികേഷിന് അബദ്ധം മനസ്സിലായി. അയ്യോ സുഭാഷേട്ടാ, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, തമാശക്ക്. അപ്പോഴേക്കും മണി ഒരു സംശയം ചോദിച്ചു. അല്ല, സുഭാഷേട്ടനല്ലേ ഇവിടെ മൂത്താളാന്ന് പറഞ്ഞത്, എന്നിട്ട് സുധീഷാണോ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കും. ആ ചോദ്യം സുഭാഷേട്ടൻ്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൽ പോലെയാണ് പതിച്ചത്. അവൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി, കണ്ണുകളിൽ നിന്നും ഒരു നേനിയ നനവ് പടർന്നു. ജീവിതത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ചില സ്വപ്നങ്ങളുടെ ഓർമ്മ അവനെ അലട്ടി. ഇത് കണ്ട ഹരീഷ് പെട്ടെന്ന് തന്നെ ഇടപെട്ടു. അതിപ്പോൾ ചേട്ടൻ ആദ്യം കല്യാണം കഴിച്ചാലും അനിയൻ കല്യാണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ മണി, ആരെങ്കിലും ഒരാൾ കല്യാണം കഴിഞ്ഞാൽ പോരെ? ചേട്ടൻ വേറെ കല്യാണമൊക്കെ പറയുന്നുണ്ട്, ഉടനെ തന്നെ എൻ്റെ ചേട്ടൻ്റെ കല്യാണം നടക്കും, ഗംഭീരമായിട്ട് തന്നെ. മണിക്ക് തൻ്റെ ചോദ്യം സുഭാഷിനെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലായി. അയ്യോ സുഭാഷേട്ടാ, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ, എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുനന്ദ അങ്ങോട്ടേക്ക് വന്നത്. ഒപ്പം അശ്വിനും ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കൂടി ആഹാരം കഴിക്കാൻ തുടങ്ങിയോ? സുനന്ദ ചോദിച്ചു. അല്ല, ഇവിടെ ആഹാരം ഉണ്ടാക്കിയിരുന്നല്ലോ, പിന്നെന്താ? സുധീഷ് ചിരിച്ചുകൊണ്ട് പറയാണേ. അതിന് നിങ്ങളുടെ അമ്മ വെച്ചിരിക്കുന്നത് അമ്മക്ക് പോലും തികയുന്നില്ലത്രേ സുനന്ദേ. അല്ലെങ്കിലും ആ ആഹാരത്തിൽ നിന്നും ഇത്തിരി ഞങ്ങൾക്ക് തരുമെന്നോർത്തുകൊണ്ടാണോ ഞങ്ങളിരിക്കുന്നത്? ഒരിക്കലുമല്ല. സുനന്ദക്കത് കേട്ടപ്പോൾ ചെറിയൊരു ചമ്മൽ തോന്നി. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ സുനന്ദേ? സുധീഷ് വീണ്ടും ചോദിച്ചു. അല്ല, അത് പിന്നെ സുനന്ദ വാക്കുകൾക്കായിട്ട് തപ്പി. ഉടനെ സുഭാഷ് സ്നേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ആഹാരം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുക സുനന്ദേ, നീ കഴിച്ചോ, ഇല്ലെങ്കിൽ വാ, ഇത്തിരി കഴിക്കാം. സുഭാഷ് ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്തു കൊടുത്തു. അശ്വിനോട് കൂടെ കഴിക്കാൻ പറ. സുനന്ദയും അശ്വിനും അവർക്കൊപ്പം ചേർന്നു. ആഹാരം കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, സൂപ്പർ ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അവർ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചും കളിച്ചും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാൽ ലളിതയുടെ രംഗപ്രവേശനം നടക്കുന്നത്. അവിടെ നടക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ലളിതയുടെ കണ്ണുകളങ്ങ് തള്ളി. സ്വന്തം മകൾ അവരോടൊപ്പം ഇരുന്ന് ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നു. എന്താടി നീ ഈ കാണിക്കുന്നത്? ലളിത അലറി. നീ ഇവിടെ ഇരുന്ന് കഴിക്കുവാണോ? മോനെ അശ്വിനെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേ അമ്മ അടുക്കളയിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. സുധീഷ് പരിഹാസത്തോടെ പറഞ്ഞു, കഞ്ഞിയും പയറുമാണോ നിങ്ങളുടെ സ്പെഷ്യൽ ഫുഡ്? അതാണോ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അശ്വിൻ ലളിതയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ, ഇതാ കഞ്ഞിയും പയറൊന്നുമല്ല, നല്ല അടിപൊളി ഫുഡാണ്, ഞങ്ങൾ വന്ന് കഴിച്ചോളാം അമ്മേ, ഇതിപ്പോൾ ഇവർക്ക് വെറുതെ ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രം ഇരുന്നതാ. ലളിതയുടെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നേക്കണം സുനന്ദേ, നീ വേണ്ട കാര്യങ്ങളൊക്കെ അശ്വിന് പറഞ്ഞു കൊടുക്കാനുണ്ട്, നിനക്കറിയില്ലേ അതൊക്കെ? ലളിത അവനെ ഒന്ന് നിർബന്ധിച്ചു. സുനന്ദയ്ക്ക് അമ്മയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. അമ്മ പൊയ്ക്കോ, ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞ് അവൾ ലളിതയെ സമാധാനിപ്പിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ലളിത പോയതിനു ശേഷം സുനന്ദ പറയുന്നുണ്ട്, അശ്വിൻ ചേട്ടാ, ഇത് കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ അവർ രണ്ടുപേരും സുഭാഷിൻ്റെയും മറ്റുള്ളവരുടെയും കൂടെ ഇരുന്ന് വയറു നിറയെ നല്ല ഭക്ഷണമെല്ലാം തന്നെ കഴിച്ചിട്ടാണ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയത്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ അങ്ങ് ഒത്തുകൂടി. പുറത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇനി എല്ലാവരും പോയി കിടന്നോ, സുഭാഷ് പറഞ്ഞു. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാണ്, അറിയാമല്ലോ. നമുക്ക് നേരത്തെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകണം. ഇത് കേട്ട് സുധീഷ് പ്രതീക്ഷയോടെ നിധിയെ ഒന്ന് നോക്കി. നിധി എവിടെയോ കിടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവന് വല്ലാതെ തിടുക്കമുണ്ടായിരുന്നു.
അവർ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കമുണ്ടെങ്കിലും ഈ തണുത്ത രാത്രിയിൽ അവളോടൊപ്പം ഒരേ മുറിയിൽ കിടക്കാനൊക്കെ അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സുഭാഷിൻ്റെ ആ ഒരു കടുത്ത വാക്കുകൾ സുധീഷിൻ്റെ പ്രതീക്ഷകളെല്ലാം അങ്ങ് തല്ലിക്കെടുത്തി. നമുക്ക് ആണുങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഹാളിൽ പായ വിരിച്ചിട്ട് അവിടെ കിടക്കാം. പിന്നെ അവിടെ ഒരു മുറിയുണ്ടല്ലോ, ആ മുറിയിൽ നിധിയും അതുപോലെ ചാന്ദിനിയും കിടന്നോട്ടെ. നിധി ഉടനെ പറഞ്ഞു, ചാന്ദിനി കൂടെ എന്നോടൊപ്പം പോരട്ടെ, ഞങ്ങൾ രണ്ടുപേരും ആ മുറിയിൽ കിടന്നോളാമെന്ന് പറയും. അത് കേട്ടപ്പോൾ സുധീഷിന് ശരിക്കും അങ്ങ് ദേഷ്യവും സങ്കടവും വന്നു. എങ്ങനെയെങ്കിലും നിധിയോടൊപ്പം ആ മുറിയിലൊന്ന് കിടക്കാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൻ കൊതിച്ചു പോയിരുന്നു. ഒരുമിച്ച് ഒരു കെട്ടിൽ കിടന്നുവെങ്കിലും അവളുടെ സാമീപ്യത്തിന് ആ മുറിയിലെ തറയിലെങ്കിലും കിടക്കാമല്ലോ എന്നായിരുന്നു അവൻ്റെ മനസ്സിലൊരു ചിന്ത. ചിലപ്പോൾ അവളോട് കെഞ്ചി ചോദിച്ചു കഴിഞ്ഞാൽ അവൾ സമ്മതിക്കുമായിരിക്കും. പക്ഷേ ചാന്ദിനി കൂടെയുള്ളത് കൊണ്ട് തന്നെ ആ മോഹങ്ങളെല്ലാം അങ്ങ് പൊലിഞ്ഞു പോവുകയാണ്. ഹരീഷ് സുധീഷിൻ്റെ മുഖഭാവം കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നിധിയേട്ടത്തി പഴയ പോലെ പേടി തോന്നുന്നൊന്നുമല്ല. നിധിയേട്ടത്തിക്കിപ്പോൾ പേടിയൊന്നുമില്ല. ഇനിയിപ്പോൾ പേടിയുണ്ടെങ്കിലും ചാന്ദിനി ഉണ്ടല്ലോ കൂട്ടിന്. അതുകൊണ്ട് സുധീഷേട്ടൻ ഇനി അങ്ങോട്ടേക്ക് പോവണ്ട, ഇവിടെ ഞങ്ങളുടെ കൂടെ അങ്ങ് കിടന്നാൽ മതി. ഹരീഷ് അത് പറഞ്ഞത് സുധീഷിന് നല്ലങ്ങ് ദേഷ്യം വന്നാണ്. നിധിയും ചാന്ദിനിയും അവരെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. എടാ ഹരീഷേ, നിനക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നീ അത് വിനിയോഗിക്കുന്നുണ്ടല്ലേ? നീ എന്നെ സമ്മതിക്കില്ലല്ലേടാ? സുധീഷ് തമാശയും ദേഷ്യം കലർന്ന സ്വരത്തിൽ തന്നെ പറഞ്ഞു. അവരെല്ലാവരും തന്നെ അതൊക്കെ കേട്ടങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചാന്ദിനി കുറച്ച് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. നിധി മുറിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വാതിലും ചാരി. രാത്രി കുറച്ചുകൂടി ഇരുട്ടിയിരുന്നു. എല്ലാവരും ഹാളിൽ ഇങ്ങനെ പായ വിരിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. ആ സമയത്താണ് ലളിത പതുക്കെ അങ്ങോട്ടേക്ക് വന്നത്. ഹാളിൽ എല്ലാവരും കിടന്നുറങ്ങുന്നത് കൂട്ടത്തിൽ സുധീഷുമുണ്ട്. ലളിതയുടെ ഉള്ളിൽ ഒരു സംശയം ഉണർന്നു. സുധീഷും നിധിയും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, പിന്നെന്തിനാ അവർ ഒരുമിച്ച് കിടക്കാത്തത്? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നുമായില്ലല്ലോ. അപ്പോഴേക്കും ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. ലളിതയുടെ മനസ്സ് ഒരു കുരുട്ട് ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ തുടങ്ങി. അവർക്കിടയിലെ വഴക്ക് എന്താണെന്നറിയാൻ വേണ്ടി ലളിതയ്ക്ക് വല്ലാത്ത തിടുക്കമായിരുന്നു. അവൾ പതുക്കെ നടന്നു ചെന്ന് നിധി കിടക്കുന്ന ആ ഒരു മുറിയുടെ വാതിലങ്ങ് ചെന്ന് മുട്ടി. ചെറിയ ശബ്ദം കേട്ട് നിധി വന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ലളിതയെ കണ്ട് അവൾക്കൊന്ന് അത്ഭുതം തോന്നി. എന്താ അമ്മായി, എന്താ ഈ പാതിരാത്രിയിൽ കാര്യം? നിധി സംശയത്തോട് ചോദിച്ചു. അല്ല, നീ എന്താ ഇവിടെ തനിച്ചാണോ കിടക്കുന്നത്? ലളിത വളരെ തന്ത്രപരമായി ചോദിക്കണേ. അതെന്താ അമ്മായി അങ്ങനെ ചോദിച്ചത്? അല്ല, സുധീഷ് ദാ അവിടെ കിടക്കുന്നു, ഹാളിൽ എല്ലാവരുടെയും കൂടെ കിടക്കുന്നു. അതെന്താ അവൻ അങ്ങനെ കിടക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അപ്പോൾ നിങ്ങൾ ഒന്നിച്ചല്ലേ കിടക്കേണ്ടത്? ലളിതയ്ക്ക് അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാനുള്ള ആക്രാന്തമായിരുന്നു. നിധിക്ക് ലളിതയുടെ ഉദ്ദേശം കൃത്യമായി മനസ്സിലായി. അവൾ മുഖത്തൊരു നേരിയ പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, അതെ അമ്മായി, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കരുതി എപ്പോഴും ഒരുമിച്ച് കഴിയണമെന്നൊന്നുമില്ലല്ലോ. ലളിതയുടെ മുഖം അങ്ങ് ചുളിഞ്ഞു. നിധി തുടർന്നു, ഇപ്പം അമ്മായിയുടെ കാര്യം തന്നെ എടുക്കാം. അമ്മായിയുടെ ഭർത്താവ് ഇപ്പോൾ അമ്മായിയുടെ കൂടെയാണോ കിടക്കുന്നത്? അല്ലല്ലോ, അതിന് അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ചില സാഹചര്യം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് അമ്മായി. മാറിക്കിടക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ മാറിക്കിടക്കേണ്ടി വരും. അതിപ്പോൾ എപ്പോഴും ഒരുമിച്ച് തന്നെ ഇങ്ങനെ കിടക്കണം, അങ്ങനെ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ലളിതയ്ക്ക് എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നു. നിധി വീണ്ടും പറഞ്ഞു, പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാ, ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ ഇവിടെ വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതിപ്പോൾ എവിടെയാണെങ്കിലും ഒന്ന് കിടന്നാൽ പോരെ. ലളിത വീണ്ടും വലിയൊരു തിരിച്ചടി ഇങ്ങനൊരു വലിയ തിരിച്ചടിയൊന്നും നിധിയുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നിധിയുടെ ഈ ഒരു മൂർച്ചയുള്ള വാക്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. ലളിതയുടെ മുഖം വിളറി. ആ സമയത്തിന് ചാന്ദിനി വെള്ളമെടുത്ത് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. ചാന്ദിനിയെ കണ്ടപ്പോൾ ലളിത അവളെ ഒന്ന് നോക്കി. ചാന്ദിനി നിധിയുടെ മുറിയിലേക്ക് കയറി പോകുമ്പോൾ ലളിത ചോദിച്ചു, ഓ, ഇവളും കൂടി ഈ മുറിയിൽ കിടക്കുന്നുണ്ടായിരുന്നോ? എന്താ അമ്മായിക്ക് മനസ്സിലായില്ലേ? ഞാനും ചാന്ദിനിയും കൂടെ ഒരുമിച്ചാ കിടക്കുന്നത്. നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ലളിതയ്ക്ക് കാര്യം മനസ്സിലായത്. ഓ, ചിലപ്പോൾ ഈ പെണ്ണ് കൂടെയുള്ളത് കൊണ്ടായിരിക്കും സുധീഷ് ബാക്കി എല്ലാവരുടെയും കൂടെ ഇവിടെ പോയി കിടന്നത്. വെറുതെ ഞാൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. ചമ്മി നാറിയ ലളിത ഒന്നും മിണ്ടാനാവാതെ അവിടെ നിന്നങ്ങ് തിരിഞ്ഞു നടക്കുകയാണ്. അവൾ പോകുന്നത് കണ്ട് നിധിക്ക് വല്ലാതെ ചിരി വരുന്നുണ്ടായിരുന്നു. വാതിലടിച്ച് അവൾ ചാന്ദിനിയെ നോക്കിയിട്ട് അങ്ങ് പൊട്ടിച്ചിരിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. സുധീഷ് കുളിച്ചു വന്ന് ഒരു കസവും മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ചാണ് പുറത്തേക്ക് വന്നത്. സാധാരണ എപ്പോഴും ജീൻസും പാൻറ്റും മാത്രം ധരിക്കുന്ന സുധീഷിനെ ആ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ നികേഷിന് അത്ഭുതം തോന്നി. ആഹാ, കൊള്ളാലോ സുധീഷെ. നികേഷ് അവനെ കളിയാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. സാധാരണ പാൻറ് ഇടുന്ന ആളാ, ഇതെന്തു പറ്റി പെട്ടെന്ന് മുണ്ടൊക്കെ എടുത്ത് ക്ഷേത്രത്തിലേക്ക് പോവാന്? ഒരു പ്രത്യേക ഭക്തിയാണല്ലോ. സുധീഷ് കോളർ ഒന്ന് പൊക്കി വെച്ചുകൊണ്ട് ചിരിച്ചു. എടാ, നീ കണ്ടോ, ഞാൻ ഇന്ന് മുണ്ടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് എൻ്റെ നിധി നല്ല അടിപൊളി സാരിയൊക്കെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ സാരിയൊക്കെ എടുത്തുകൊണ്ടായിരിക്കും ക്ഷേത്രത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അവൾക്കൊരു മാച്ചായിട്ട് ഞാനും കൂടെ വേണ്ടേ? നികേഷ് വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെങ്ങനെ സുധീഷ് ചേട്ടനറിയാം നിധിയെടുത്ത് സാരി എടുക്കുമെന്ന്?
പിന്നെ എൻ്റെ ഭാര്യയല്ലേ അവളെക്കുറിച്ച് എനിക്കറിയാതെങ്കിൽ പിന്നെ ആർക്കാടാ അറിയാവുന്നത്? നീ കണ്ടോ, അവൾ ഇപ്പോൾ വരും, സുധീഷ് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വാതിൽ തുറന്നുകൊണ്ട് തന്നെ നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. സുധീഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു സാരിയിലായിരുന്നു നിധി വരുന്നത്. ആ പുലർക്കാല വെളിച്ചത്തിൽ സാരി എടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി വരുന്ന നിധിയെ കണ്ടപ്പോൾ സുധീഷിന്റെ കണ്ണുകൾ അവളിൽ നിന്ന് ഉടക്കി. അവൻ അവളിൽ നിന്നും കണ്ണെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നിട്ടെങ്കിലും ഇന്ന് അവളെ കാണാൻ വല്ലാത്തൊരു ഐശ്വര്യമുണ്ടായിരുന്നു. നികേഷിന് പോലും അമ്പരപ്പായി പോയി. സുധീഷ് ഇതൊക്കെ എങ്ങനെ കൃത്യമായി അറിയാൻ കഴിയുന്നു എന്നോർത്തുകൊണ്ട് തന്നെ അവനൊന്ന് തലകുലുക്കി. നിധി പതുക്കെ നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. സുധീഷ് അവളെ നോക്കിയിങ്ങനെ മയങ്ങിയ സ്വരത്തിൽ പറഞ്ഞു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പം നിന്നെ കാണാൻ. നിധിക്ക് ചെറിയൊരു നാണം വന്നു. എന്ത്? അല്ല, സാരി ഉടുത്തിരിക്കുന്നല്ലോ, അതാ പറഞ്ഞത്. അതെ, നീ ഇന്ന് സാരി ഉടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, സുധീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ്, നിധി സ്നേഹത്തോടെ പറഞ്ഞു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. അവർക്കിടയിലെ പ്രണയം ആ നിമിഷത്തിൽ പൂർണ്ണമായിട്ടങ്ങ് പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സുഭാഷും ചാന്ദിനിയും ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാനായി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സുനന്ദയും അശ്വിനും അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ശരി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം അമ്പലത്തിലേക്ക്, സുനന്ദ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാൽ അവരുടെ ആ ഒരു സന്തോഷം അധിക നേരമൊന്നും നീണ്ടു നിന്നില്ല. ഇത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന ലളിതയുടെ മുഖം അങ്ങ് വീണ്ടും കറുത്തു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊന്നും പോവണ്ട, ലളിത കർക്കശമായി പറഞ്ഞു. ഇവരൊക്കെ എപ്പോഴെങ്കിലും പതുക്കെ അങ്ങ് വരട്ടെ. നീ ഇങ്ങോട്ടേക്ക് വാടി സുനന്ദേ, നമുക്ക് നേരത്തെ പോവാം. നേരത്തെ പോയിട്ട് അവിടെ കുറേയധികം പൂജയും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. ഈ വിറ്റുകളൊക്കെ എപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് വരട്ടെ. എല്ലാവരെയും ഇങ്ങനെ കാത്തുനിന്ന് പോകണമെന്നൊന്നും നമുക്ക് പറ്റില്ല. ലളിതയുടെ വാക്കുകൾ എല്ലാവർക്കും വലിയ വിഷമമുണ്ടാക്കി. പ്രത്യേകിച്ച് സുഭാഷേട്ടനെ. സ്വന്തം അമ്മായിയാണ് ഇത്രയധികം വെറുപ്പോടെ സംസാരിക്കുന്നത് എന്നോർത്തപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നി. സുനന്ദക്ക് അമ്മയെ എതിർക്കാനും കഴിഞ്ഞില്ലല്ലോ. അവൾ നിസ്സഹായതയോടെ മറ്റുള്ളവരെ നോക്കി. വാഷ്യം ചേട്ടാ എന്ന് പറഞ്ഞ് അവൾ ലളിതക്കൊപ്പം തന്നെ നടന്നു. അവർ പോയതിനു ശേഷം സുഭാഷിന്റെ മുഖത്ത് സങ്കടം കണ്ട് സുധീഷ് അവന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചു. സുഭാഷേട്ടന് അറിയാവുന്ന കാര്യമില്ലേ അവരുടെ സ്വഭാവം. അതിനിപ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവർ പോവട്ടെ, നമുക്ക് സന്തോഷത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് പോവാലോ എന്ന് സുധീഷ് അവനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ആ ഒരു ചെറിയ സങ്കടം മാറ്റിവെച്ച് എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഭാസ്കരൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഭാസ്കരൻ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പോയി അവിടെയുള്ള തൻ്റെ കൂട്ടുകാരെ കാണാനൊക്കെ പോയതാണ് അദ്ദേഹം. തലേന്ന് രാത്രിയിൽ ഭാസ്കരൻ മദ്യപിച്ച് കുറേയധികം കൂട്ടുകാരോടൊപ്പമാണ് വന്നത്. ഭാസ്കരൻ അവിടെയൊക്കെ നല്ല പരിചയമാണല്ലോ. ഭാസ്കരൻ്റെ തറവാട്ട് ക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അതുമാത്രമല്ല അവിടെ ഇഷ്ടംപോലെ ഫ്രണ്ട്സും പരിചയക്കാരും എല്ലാം ഉണ്ടായിരുന്നു ഭാസ്കരനെ. അതുകൊണ്ട് തന്നെ ഭാസ്കരന് അവിടെ ഒരു അപരിചിതത്വമൊന്നും തന്നെ തോന്നിയില്ലായിരുന്നു. തൻ്റെ കൂട്ടുകാരുടെ കൂടെ വലിയ ആഘോഷത്തിലായിരുന്നു അദ്ദേഹം. ക്ഷേത്രത്തിലെ ആ ഒരു വലിയ ജനത്തിരക്കിലെയും ഉത്സവമേളത്തിനും നിധിക്കും സുധീഷിനും സുഭാഷൊക്കെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരുന്നു. അവിടെ വളരെയധികം